അപ്പോൾ ഷോർട്സ് റീച്ച് ആക്കാൻ ചെറിയ കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. മോണിറ്റൈസേഷൻ ആയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആവാതെ ഇതൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കാതെ $100 മുതൽ $3000 വരെ കിട്ടാവുന്നതാണ്. യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്നവർക്ക് വരുമാനം കുറവാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്നവർക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റും അവർക്കുള്ള സന്തോഷ വാർത്തയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രാൻഡ് കണക്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ബ്രാൻഡ് കണക്ട് പറഞ്ഞാൽ ചില ബ്രാൻഡുകളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അവരുടെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ ഈ ഓപ്ഷൻ മോണിറ്റൈസേഷൻ കഴിഞ്ഞവർക്ക് എനേബിൾ ആയിട്ടുണ്ടെങ്കിലും പലർക്കും ഇതുവരെ ബ്രാൻഡ് കണക്ട് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതിൽ കുറേ കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡിനെ കണ്ടെത്തി അവരുടെ പരസ്യം ചെയ്യാൻ വേണ്ടി, അവരുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ മാനുവലി ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരെ പോവുക, അവരോട് നിങ്ങളുടെ വീഡിയോ ചെയ്ത് തരാൻ നമുക്ക് ഇത്ര പൈസ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന പോലെ. ഇനി മുതൽ യൂട്യൂബ് അതിന് ചെറിയ മാറ്റം വരുത്തി. യൂട്യൂബ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ബ്രാൻഡിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതായത് ചില ബ്രാൻഡ്സ് ഇപ്പോൾ പരസ്യം ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവർ നമ്മളൊരു ഷോർട്സ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് ഇത്ര പേയ്മെൻറ്റ് ചെയ്ത് തരും. അത് അടക്കമുള്ള ഒരു ലിസ്റ്റ് നമുക്ക് തരും. അതായത് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ കാണിക്കും, നിങ്ങൾ ഇന്ന ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ അവസരമുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിന് ഇത്ര ഡോളറാണ് കിട്ടുക. അതായത് $100 മുതൽ $3000 വരെ കിട്ടാവുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ കിട്ടും. അപ്പോൾ അതിലിങ്ങനെ ലിസ്റ്റിൽ വരുന്നതാണ് പറയുന്നത്. അതായത് ഓരോ ലിസ്റ്റായിട്ട് വരും, ഓരോ ബ്രാൻഡിൻ്റെ റിക്വയർമെൻറ്റ്സും അവർ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും. അപ്പോൾ എങ്ങനെ വന്നാൽ നല്ല കാര്യമാണ്. കാരണം ഷോർട്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് അവർ ആപ്റ്റായിട്ടുള്ള ഒരു ആഡ് കണ്ടു, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡീൽസ് കണ്ടു, അതെടുത്തു അവർ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യും, അതിന് നല്ലപോലെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, അവർ അപ്രൂവ് കൂടി ചെയ്യണം. അത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി നോക്കുക. അതായത് നമ്മുടെ ഷോർട്സ് എങ്ങനെയാണ്, എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇവരുടെ വീഡിയോസ് എന്നൊക്കെ നോക്കും. ഒന്ന്, ത്രൂ ഔട്ട് ഒറ്റ വീഡിയോ കാണിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നില്ലേ, കണ്ണിങ്ങനെ അടക്കുന്ന ഒരു സമയം ഉണ്ടാവും, ഒരു 4 സെക്കൻഡിൻ്റെ ഉള്ളിലൊക്കെ. ആ സെക്കൻഡിൽ വിഷ്വൽ മാറ്റാം, എന്നിട്ട് അടുത്ത വിഷ്വൽ ഇടുക. അതായത് ഒരു എടുക്കുന്ന വീഡിയോ തന്നെ മറ്റൊരു സൈഡിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ബിയറോൾസ് എടുക്കുകയോ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഷോർട്സ് കുറച്ചുകൂടി റീച്ചിലേക്ക് എത്തും. അപ്പോൾ അതുപോലെ റീച്ചിലെത്തുന്ന ഷോർട്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ ഈ ബ്രാൻഡ് കണക്റ്റൊക്കെ വെച്ചിട്ടുള്ള പൈസ കിട്ടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു ടിപ്പ് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തമ്പനെയിൽസ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്സിൻ്റെ ആദ്യം ചെറിയ ഒരു സെക്കൻഡ്സ് പിന്നെ ഒരു തമ്പനെയിൽ പോലെ ആക്കി ഇട്ടാൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ടൊരു തമ്പനെയിലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കഴിഞ്ഞാൽ ബ്രാൻഡ് ഡീൽസ് ഡയറക്റ്റ് കിട്ടും ഇനി മുതൽ. അതായത് യൂട്യൂബ് പുതിയ കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഉപകാരപ്പെടുന്ന തന്നെയാണ്. ഇപ്പോൾ ചില ഇൻ്റർവ്യൂസിലൊക്കെ കണ്ട് യൂട്യൂബ് തീരാൻ പോവാണ്, AI വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. യൂട്യൂബ് എല്ലാ കാലത്തും ക്രിയേറ്റേഴ്സായ ആളുകളുടെ കൂടെ തന്നെയാണ്. AI വന്നാലും നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് ഐഡിയ ജനറേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഐഡിയക്ക് അനുസരിച്ചാണ് AI പ്രവർത്തിക്കുക. അല്ലാതെ AI സ്വന്തമായിട്ട് വീഡിയോ എടുത്തിട്ട് AI പബ്ലിഷ് ചെയ്ത് AI പൈസ വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതെല്ലാം അതിന് പിന്നിലൊക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സായ നമ്മളാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. പഴയ കാലഘട്ടം പിടിച്ചെന്ന് നടക്കില്ല. AI ആയാലും മറ്റു കാര്യങ്ങളായി പഠിക്കണം. അപ്പം AI ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോഴ്സുകളൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും നമ്മൾ മോണിറ്റൈസേഷൻ ആയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആവാതെ ഇതൊന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ബ്രാൻഡ് ഡീൽസ് ഞാൻ പേഴ്സണലി എൻ്റെ ഒരു സർക്കിളുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാം. ഉദ്ദേശമൊന്നുമില്ല, എനിക്ക് പൈസ ഉണ്ടാക്കലല്ല, മാക്സിമം നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ ബ്രാൻഡ്സ്, അതായത് എനിക്കറിയുന്ന ഒരുപാട് ഫുഡ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം ചെയ്യാനും, ആ പരസ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 500 എങ്കിൽ 500, 1000 എങ്കിൽ 1000 നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവരും ഫുഡ് വ്ലോഗ് ചെയ്യുന്നവരെയാണ് വേണ്ടത്. കാരണം അത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഡീൽസ് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു ഗൂഗിൾ ഫോം ഇതിലിടാം. ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തരാം. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇത് അവരുമായിട്ട് സംസാരിച്ച് അവർ ഓക്കെ ആണെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്സ് ചെയ്യുന്ന പലർക്കും, അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യുന്ന പലർക്കും അതൊരു ചെറിയ മോണിറ്റൈസേഷൻ ആവാതെ തന്നെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് മാറും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. എന്തായാലും ഡിസംബറോട് കൂടിയാണ് വരിക, ഇപ്പോൾ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം പ്രതീക്ഷിക്കാം. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യാത്തവർ, അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ അല്ലാത്ത കുറേ ആൾക്കാരെന്ന് പറഞ്ഞു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെക്ക് ചെയ്യാതെ
നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.